നീ എല്ലാം ചെയ്തു. നീ വിശ്വസ്തയും പിന്തുണയും സ്ഥിരതയുമുള്ളവനായിരുന്നു. അവൾ പറഞ്ഞതെല്ലാം നീ അവൾക്ക് കൊടുത്തു. പക്ഷേ അവൾ ഇപ്പോഴും അകന്നുപോയി. ഇപ്പോൾ നീ ആശയക്കുഴപ്പത്തിലായി. വേദനയോടെ തെറ്റായ ചോദ്യം ചോദിക്കുന്നു. എന്തുകൊണ്ട് ഞാൻ പോരാത്തവനായി? ഇതാണ് സത്യം. സ്ത്രീകൾ, നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്നില്ല. നിങ്ങൾ ആരാണെന്ന് അവർ എങ്ങനെ കരുതുന്നുവെന്ന് അവർ വിശ്വസ്തത പുലർത്തുന്നു. ഈ വീഡിയോയിൽ സ്ത്രീകൾ യഥാർത്ഥത്തിൽ വിശ്വസ്തത പുലർത്തുന്ന ഒരു കാര്യവും, ഈ ഒരു കാര്യം നിങ്ങൾക്കില്ലെങ്കിൽ പരിശ്രമത്തിലൂടെയും സമ്മാനങ്ങളിലൂടെയും ത്യാഗത്തിലൂടെയും അവളെ സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് എല്ലായ്പ്പോഴും പരാജയപ്പെടുന്നതും ഞാൻ പറയുന്നു. കയ്യടിയിലൂടെയോ അഭിനന്ദനത്തിലൂടെയോ അല്ല, മറിച്ച് മറ്റെല്ലാം എടുത്തുകളയുമ്പോൾ നമ്മൾ ആരാണെന്ന് നോക്കി നമ്മുടെ മൂല്യം ആന്തരികമായി അളക്കാൻ സ്റ്റോയിസിസം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ ഭയപ്പെടേണ്ടത് മരണമല്ല, മറിച്ച് ഒരിക്കലും ജീവിക്കാൻ തുടങ്ങാത്ത മരണമാണ് എന്ന് മാർക്കസ് ഔരേലിയസ് പറഞ്ഞു. എന്നിട്ടും മിക്ക പുരുഷന്മാരും സ്വയം ജീവിക്കുന്നില്ല. അവർ സാധൂകരണത്തിനായി ജീവിക്കുന്നു. അവർ സ്വാഭാവികമായ സ്നേഹത്തിനായി ജീവിക്കുന്നു. അതിന്ന് അവസാനിപ്പിക്കുക. അവൾ യഥാർത്ഥത്തിൽ എന്താണ് വിശ്വസ്തതയെന്ന് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. 1. നിങ്ങൾ അവരെക്കുറിച്ച് എങ്ങനെ തോന്നിപ്പിക്കുന്നുവെന്നതിൽ സ്ത്രീകൾ വിശ്വസ്തരാണ്. നീ എത്ര സമയം ചെലവഴിക്കുന്നു, എത്ര സമയം നൽകുന്നു, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് പറയുന്നു എന്നതല്ല, മറിച്ച് അവൾ നിങ്ങളുടെ സാന്നിധ്യത്തിൽ എത്രമാത്രം സുരക്ഷിതയാണെന്ന് തോന്നുന്നു എന്നതാണ് കാര്യം. എത്ര കേന്ദ്രീകൃതമാണ്, എത്ര സ്ത്രീലിംഗമാണ്, എത്ര കാണപ്പെടുന്നു. നിങ്ങളുടെ സ്നേഹം ആവശ്യത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവൾക്ക് സമാധാനം അനുഭവപ്പെടുന്നില്ല, അവൾക്ക് സമ്മർദ്ദം അനുഭവപ്പെടുന്നു. അത് പരിഹരിക്കുക. വൈകാരിക പിന്തുണ നൽകരുത്. വൈകാരിക ഗുരുത്വാകർഷണം പുലർത്തുക. എപ്പോഴും കേന്ദ്രീകൃതമായിരിക്കുക, ഇളകാതെയിരിക്കുക. 2. സ്ത്രീകൾ ഒരു ദൗത്യത്തിലുള്ള പുരുഷന്മാരോട് വിശ്വസ്തരാണ്. നിങ്ങൾ അവളെ നിങ്ങളുടെ ദൗത്യമാക്കിയ നിമിഷം അവൾക്ക് താൽപ്പര്യം നഷ്ടപ്പെട്ടു. കാരണം സ്ത്രീകൾ നിങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമാകാൻ ആഗ്രഹിക്കുന്നില്ല. ഉയർന്ന ഒന്നിൽ, അവൾ കണ്ടുമുട്ടേണ്ട ഒന്നിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവർ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. അവളുടെ അനുവാദമില്ലാതെ നിങ്ങൾ കെട്ടിപ്പടുത്തുന്നതും പൊടിക്കുന്നതും പരിണമിക്കുന്നതും അവൾ കാണുമ്പോൾ അവൾ തുടരുന്നത് നിങ്ങൾക്ക് അവളെ ആവശ്യമുള്ളതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിനടുത്തായിരിക്കാൻ ഭാഗ്യമുണ്ടെന്ന് അവൾ കരുതുന്നതിനാലാണ്. 3. സ്ത്രീകൾ അതിരുകളോട് വിശ്വസ്തരാണ്. പ്രസാദിപ്പിക്കുന്നില്ല. നിങ്ങൾ കൂടുതൽ നൽകി, നിങ്ങൾ കൂടുതൽ സഹിച്ചു, നിങ്ങൾ സമാധാനം പാലിച്ചു. പക്ഷേ നിങ്ങൾ കുനിയുമ്പോഴെല്ലാം അവൾ നിങ്ങളെ കുറച്ചുകൂടി ബഹുമാനിച്ചു. എന്തുകൊണ്ട്? കാരണം വികാരങ്ങളാൽ ചലിപ്പിക്കാൻ കഴിയാത്ത ഒരു പുരുഷനോടൊപ്പമാണെന്ന് എല്ലാ സ്ത്രീയും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. ആശ്വാസത്തിന് പകരം സത്യവും അംഗീകാരത്തിന് പകരം തത്വവും ആരാണ് തെരഞ്ഞെടുക്കുന്നത്? അത് ശരിയാക്കുക. അതിരുകൾ നിശ്ചയിക്കുക. അവ നടപ്പിലാക്കുക. അവ മറികടക്കുമ്പോൾ അകന്നുപോകുക. അവളെ വേദനിപ്പിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കാനാണ്. 4. സ്ത്രീകൾ വികാരത്തോടല്ല, പുരുഷ ശക്തിയോടാണ് വിശ്വസ്തത പുലർത്തുന്നത്. നിങ്ങൾ വളരെ വേഗം തുറന്നു പറഞ്ഞു. നിങ്ങൾ വളരെയധികം വിശദീകരിച്ചു. നിങ്ങൾ അവളെ നിങ്ങളുടെ തെറാപ്പിസ്റ്റാക്കി മാറ്റി. ആ നിമിഷം അവൾ നിങ്ങളുടെ വൈകാരിക അധികാരിയായി. ആ ചലനാത്മകത മാറിക്കഴിഞ്ഞാൽ ധ്രുവത മരിക്കുന്നു. പുരുഷശക്തി എന്നാൽ നിശബ്ദതയല്ല. അതിനർത്ഥം വ്യക്തത, ഉറപ്പ്, ദിശ. വൈകാരികമായി ബോധവാനായിരിക്കുക, എന്നാൽ നിങ്ങളുടെ ആത്മാവിൻ്റെ സ്റ്റിയറിംഗ് വീൽ അവൾക്ക് കൈമാറരുത്. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്ത പുരുഷനോടല്ല അവൾ വിശ്വസ്ത. അവളെ ഏറ്റവും ആഴത്തിലും സുരക്ഷിതവും ഏറ്റവും സ്ത്രീലിംഗവും ഏറ്റവും ജീവനുള്ളതുമായി അനുഭവിപ്പിച്ച പുരുഷനോടാണ് അവൾ വിശ്വസ്ത. ആ പുരുഷനെ അവൻ പിന്തുടരുന്നില്ല, യാചിക്കുന്നില്ല, അവൻ പ്രകടനം നടത്തുന്നില്ല. അവൻ നയിക്കുന്നു, അവൻ മാറുന്നു. അതുകൊണ്ട് അവൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് നിർത്തി നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ തുടങ്ങുക. കാരണം അവളിൽ നിന്നൊന്നും ആവശ്യമില്ലാത്ത പുരുഷനായി മാറിയാൽ അവളെല്ലാം സൗജന്യമായി നൽകുന്നു. ഇതാണ് സ്റ്റോയിക് നിയമം. ഞാനീ പറഞ്ഞത് ആഴത്തിൽ മനസ്സിലാക്കുക. ബന്ധം കെട്ടുറപ്പോടെ നിലനിൽക്കാൻ വേണ്ടിയാണ്.